ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു മീൻകറി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ചട്ടി ഒന്ന് ചൂടാൻ വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് മീനാണോ എടുക്കുന്നത് ആ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ലേശം ഉലുവാപ്പൊടിയും ഒരു 2 നുള്ളു ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർക്കുമ്പം നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്താൽ നല്ലതായിരിക്കും. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കണം.
നിങ്ങൾക്ക് നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം. അതല്ല ചിലർക്ക് പറ്റിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പറ്റിച്ചെടുക്കാം. ഇനി ലേശം പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്